നമസ്കാരം. കൊടും കുറ്റവാളി ഗോവിന്ദസ്വാമിയുടെ ഇടത് കൈക്ക് അസാമാന്യ കരുത്തുണ്ടെന്ന റിപ്പോർട്ടുമായി പോലീസ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പരാമർശിച്ചിരിക്കുന്നത്. ജയിൽ ചാട്ടത്തിന് ജീവനക്കാരോ സഹതടവുകാരോ സഹായിച്ചതിന് തെളിവുകളില്ല. സെല്ലിൽ തുണിയെത്തിയതിൽ ആശയക്കുഴപ്പമുണ്ട്. അഴികൾ മുറിച്ചതിൽ ശാസ്ത്രീയ പരിശോധന വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. മാസങ്ങളുടെ ആസൂത്രണത്തിന് ശേഷമാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത്. 28 ദിവസത്തോളം എടുത്താണ് സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റിയത് എന്നാണ് വിവരം. ജയിൽ ചാടിയ ഗോവിന്ദസ്വാമിക്കായി പോലീസ് വ്യാപക തിരച്ചിൽ ആരംഭിച്ചിരുന്നു നേരത്തെ. നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തളാപ്പിലെ ഒഴിഞ്ഞ കെട്ടിടത്തിന് സമീപത്തെ കിണറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. നിലവിൽ ഗോവിന്ദസ്വാമിയെ കൂടുതൽ സുരക്ഷയുള്ള വിയൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗോവിന്ദസ്വാമി പുറത്തു ചാടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സെല്ലിലെ കമ്പിയുടെ താഴ്ഭാഗം മുറിച്ചു മാറ്റിയ ശേഷം ആ വിടവിലൂടെ നിരങ്ങി പുറത്തിറങ്ങുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. സെല്ലിന് പുറത്തിറങ്ങിയതിനു ശേഷം 3 തവണയായി തുണി ഉൾപ്പെടെയുള്ള ചില സാധനങ്ങൾ എടുക്കുന്നതും കാണാൻ സാധിക്കും. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ ജയിൽ ജീവനക്കാരുടെയും സഹതടവുകാരുടെയും മൊഴിയെടുത്തിരുന്നു. ഗോവിന്ദസ്വാമിയെ പാർപ്പിച്ചിരുന്ന 10-ാം നമ്പർ ബ്ലോക്കിലുള്ള തടവുകാരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ജയിൽ വകുപ്പിന്റെ ആഭ്യന്തര അന്വേഷണവും പൂർത്തിയായിട്ടുണ്ട്. ഉത്തരമേഖല DIG B ജയകുമാറാണ് അന്വേഷണം നടത്തിയത്. സംഭവത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്കെതിരെ നടപടിക്കും ശുപാർശയുണ്ട്. അതേസമയം പോലീസ് റിപ്പോർട്ട് കൊണ്ട ദുരൂഹതകളൊന്നും തന്നെ ഒഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അസാമാന്യ കരുത്ത് ഇടത് കൈക്കുണ്ട് എന്ന് പറയുമ്പോഴും ജയിൽ അഴി എങ്ങനെ മുറിഞ്ഞുവെന്നും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളെല്ലാം അതിജീവിച്ച് എങ്ങനെ ഇയാൾ പുറത്തു ചാടി എന്നതും ഒരു ചോദ്യമായി നിൽക്കുകയാണ്. ഇലക്ട്രിക് ഫെൻസിങ് അടക്കമുണ്ടായിട്ട് എങ്ങനെ അത് മറികടക്കാനായി എന്ന സംശയങ്ങളും ഇവിടെ പരക്കുന്നുണ്ട്. ഏകദേശം 7.5 മീറ്റർ ഉയരമുള്ള മതിലാണ് ഒരു കൈ മാത്രമുള്ള പ്രതി ചാടിക്കടന്നിരിക്കുന്നത്. അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്നാണ് ഞെട്ടിക്കുന്നത്. CCTV സുരക്ഷാ സംവിധാനം അടക്കം ജയിലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജയിൽ DGP കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കാനെത്തിയ ദിവസത്തിലാണ് ഗോവിന്ദസ്വാമിയും ജയിൽ ചാടുന്നത്. DGPയുടെ സന്ദർശനം പ്രമാണിച്ച് ജയിലിലെ ജീവനക്കാരുടെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞിരിക്കാമെന്നും ആ അവസരം ഗോവിന്ദസ്വാമി മുതലെടുത്തതാകാമെന്നും കരുതുന്നുണ്ട്. ജയിലിനകത്ത് ഗോവിന്ദസ്വാമിക്ക് ലഭിക്കുന്ന പരിഗണനകൾ നേരത്തെ ചർച്ചയായിരുന്നു. രാവിലെ പരിശോധനയ്ക്കായി ജയിൽ ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴായിരുന്നു രക്ഷപ്പെട്ട വിവരം അറിയുന്നത്. തമിഴ്നാട് വിരുദ്ധാചലം സ്വദേശിയാണ് ഗോവിന്ദസ്വാമി. 2011 ഫെബ്രുവരി 1-നാണ് കൊച്ചി ഷൊർണൂർ പാസഞ്ചർ തീവണ്ടിയിൽ സഞ്ചരിച്ച കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയെ ക്രൂര പീഡനത്തിന് ഇയാൾ ഇരയാക്കിയത്. ഫെബ്രുവരി 6-ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് ആ പെൺകുട്ടി മരിക്കുകയായിരുന്നു. കോളിളക്കം സൃഷ്ടിച്ച കേസിൽ ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷ വിധിച്ചിരുന്നുവെങ്കിലും സംശയത്തിന്റെ ആനുകൂല്യം കണക്കിലെടുത്ത വധശിക്ഷ സുപ്രീം കോടതി 2016-ൽ റദ്ദാക്കി ജീവപര്യന്തമായി മാറ്റുകയായിരുന്നു.